ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോഷ്യൽ സയൻസ് പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. SSLC വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഒരു മനസമാധാനം ഉണ്ടാവും. കാരണം ഏറ്റവും അധികം പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ്. അത് തീർന്നല്ലോ എന്നുള്ളത് ഒരാശ്വാസം തന്നെയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ SSLC സോഷ്യൽ സയൻസ് എക്സാമിനേഷൻ? എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം? ഇതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങളൊരു SSLC വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം നിങ്ങൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ യൂസ്ഫുള്ളായ വീഡിയോകൾ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് വാല്യുവേഷനെക്കുറിച്ചും മറ്റു കാര്യങ്ങളെല്ലാം, ഞങ്ങൾ റിസൾട്ടിനെക്കുറിച്ചും എല്ലാമുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ടേയിരിക്കും. സോ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ സോഷ്യൽ സയൻസ് പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികളോട് ഒരു പൊതുവായ അഭിപ്രായം ചോദിക്കുമ്പോൾ പരീക്ഷ ബുദ്ധിമുട്ടാണ് എന്ന് ആരും പറയുന്നില്ല, എന്നാൽ വളരെ ഈസിയാണ് എന്നും പറയാൻ സാധിക്കില്ല. ഇന്നത്തെ പരീക്ഷയുടെ ഒരു പ്രത്യേകത, കുറേ ചോദ്യങ്ങളൊക്കെ എളുപ്പം തന്നെയാണ്, സംശയമൊന്നുമില്ല. കുറേ ചോദ്യങ്ങളൊക്കെ എളുപ്പം തന്നെയാണ്. പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ചില ചോദ്യങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് വന്നത്. ഇതുവരെ ചോദിച്ചിട്ടില്ലാത്ത, നമ്മൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പറുകളൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെ വന്നിട്ടില്ലാത്ത ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അധ്യാപകരും അത് തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള ടുവേർഡ്സ് മോഡേണിറ്റി, അതായത് കേരള മാതൃകതയിലേക്ക്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രവും രാഷ്ട്രതന്ത്രവും പോലുള്ള ചാപ്റ്ററുകളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ഏരിയകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നു. അത് വിദ്യാർത്ഥികൾക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില കുട്ടികൾ എല്ലാം നന്നായി പഠിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ ഈസിയായിട്ട് എഴുതിയിട്ടുണ്ടാവും. പക്ഷേ ചിലർ ഈ അപ്രധാനമായ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി ബാക്കിയെല്ലാം പഠിച്ചു പോയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ വന്നത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ വൺ വേർഡ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വൺ വേർഡ് ചില കുട്ടികളൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിലും പൊതുവെ വൺ വേർഡ് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിക്കോട്ടെ, ബോക്സ് വന്നിട്ട് അതിൽ എഴുതാനുള്ളതായിക്കോട്ടെ, അത് കുട്ടികൾക്ക് ഈസിയായിട്ട് എഴുതാനായി പറ്റും. പക്ഷേ ഈ പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങൾ ചില ഏരിയകളിൽ നിന്ന് വന്നത് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഒരു A+ എത്തണമെങ്കിൽ നന്നായിട്ട് ബുക്ക് എല്ലാ ചാപ്റ്ററുകളും തറവായിട്ട് പഠിച്ചു പോയ കുട്ടികൾക്ക് A+ എത്താൻ സാധിക്കും. ഒരു 60-65 മാർക്ക് വരെയൊക്കെ ഈസി ആയിട്ട് നേടിയെടുക്കാം. പക്ഷേ ഒരു 70+ A+ എത്തണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഈ എല്ലാ ഭാഗങ്ങളും, പ്രധാനപ്പെട്ടതല്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടെ നോക്കിപ്പോയ കുട്ടികൾക്ക് സാധിക്കും എന്നാണ് കരുതുന്നത്. അല്ലാതെ നോക്കുമ്പോൾ എക്സാം പൊതുവേ എളുപ്പമൊക്കെ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കുറച്ച് ചോദ്യങ്ങൾ കുട്ടികൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. പിന്നെ ആൻസർ കീ ഒരുപാട് കുട്ടികൾ തീർച്ചയായിട്ടും ചോദിക്കും. ഈ ആൻസർ കീ ലഭിക്കുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. എപ്പോഴാണോ ആൻസർ കീ ആ സൈറ്റിൽ അപ്ലോഡ് ആകുന്നത് വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആവും. നിങ്ങൾക്ക് ആ ആൻസർ കീ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങളിപ്പോൾ ആ ലിങ്ക് കയറി നോക്കുക, ആൻസർ കീ വന്നിട്ടുണ്ടോ എന്ന്. വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സോഷ്യൽ സയൻസിൻ്റെ മാത്രമല്ല, ഇതുവരെ കഴിഞ്ഞ എല്ലാ എക്സാമിൻ്റെ ആൻസർ കീ അവിടെ ലഭ്യമായിരിക്കും. സോ പെട്ടെന്ന് തന്നെ ആൻസർ കീ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ചെയ്ത ഉത്തരങ്ങളൊക്കെ ശരിയാണെന്നൊക്കെ നോക്കുക. അതായത് സമയമുണ്ട്, ഇനി ഒരു 5-6 ദിവസത്തിന് ശേഷമാണ് അടുത്ത എക്സാം നടക്കുന്നത് അല്ലേ. വീണ്ടും കാണാം. താങ്ക് യു. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.